വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയിർപ്പുകാലം 7-ാം വാരം ചൊവ്വ. ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യുവാനായി തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്നത് തനിക്ക് നൽകപ്പെട്ട തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ മഹിമയെയും അനുഗ്രഹത്തെയും കുറിച്ച് യേശു ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ അനുഗ്രഹവും ഭാഗ്യവുമാണ് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സ്വന്തം ആത്മാവ് ആത്മീയമായി ഉണരാനും വളർച്ചയുടെ പാതയിൽ മുന്നേറുവാനും ഇടയാകും. ആത്മാവ് ദൈവപ്രീതി നിറഞ്ഞ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ സ്വർഗത്തിന്റെ സഹായം വേഗം ലഭിക്കും. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പങ്കുവയ്ക്കാം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു വൈദികൻ രോഗിയായി. വിശ്വാസത്തിനെതിരായ വലിയ പ്രലോഭനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി മരണാവസ്ഥയിലെത്തി. പരസ്നേഹപൂരിതനായ വിൻസെന്റ് അച്ഛൻ ആ പ്രലോഭനങ്ങൾ താൻ ഏറ്റെടുത്തു കൊള്ളാമെന്നും ഈശോയോട് വാക്കുകൊടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. സഹവൈദികൻ പ്രലോഭനത്തെ അതിജീവിച്ച് ശാന്തനായി മരിച്ചു. അതോടെ കഠിനമായ പ്രലോഭനത്താൽ വിൻസെന്റ് പോൾ പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ശക്തമായ പ്രാർത്ഥനയും ഉപവാസവും വഴി പ്രലോഭനത്തെ നേരിട്ടു. വിശ്വാസ പ്രമാണം ഒരു കടലാസിൽ എഴുതി തന്റെ ഉടുപ്പിനുള്ളിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും കൂടെ കൂടെ അത് ചൊല്ലുകയും ചെയ്തു. തന്റെ ശിഷ്ടജീവിതം മുഴുവൻ പാവങ്ങൾക്കായി ഒഴിഞ്ഞു വയ്ക്കാമെന്ന് തീരുമാനിച്ച ശേഷം മാത്രമാണ് പ്രലോഭനം വിട്ടകന്നത്. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് തീക്ഷ്ണതയുള്ളവർ വീണവരെ കുറ്റപ്പെടുത്താതെയും ഒറ്റപ്പെടുത്താതെയും അവർക്കായി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്തരം പ്രാർത്ഥനകൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അത്ഭുതങ്ങൾ ഇറക്കിക്കൊണ്ടുവരുന്നു. നമുക്ക് കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിൽ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്നവനാണ് ദൈവം. നാം ആകട്ടെ മറ്റൊരാൾക്ക് അധികമായി നൽകുന്നതിൽ പലപ്പോഴും വിഷമമുള്ളവരായിരിക്കാം. എലിസബത്ത് സാന്റോയ്ക്ക് ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു: ചോദിക്കാൻ ഭയപ്പെടരുത്, അനുഗ്രഹങ്ങൾ യാചിക്കുന്നതിന് നിയന്ത്രണം വെക്കേണ്ടതില്ല. കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നതനുസരിച്ച് എന്റെ ആനന്ദം വർദ്ധിക്കുന്നുവെന്നറിയുക. ഈശോ തുടർന്നു: അനുഗ്രഹങ്ങൾ നൽകുന്നതിൽ ഞാൻ എന്തിന് പിശുക്ക് കാണിക്കണം? മറ്റുള്ളവർക്കായും ഏറെ അനുഗ്രഹങ്ങൾ ചോദിച്ചുകൊള്ളുക. അനുഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുവെന്നറിയുക. ഈശോയുടെ കരുണയും ഉദാരതയും നിറഞ്ഞ മനസ്സ് മനസ്സിലാക്കി പ്രത്യാശയോടെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.